ദൈവിക ഹിതത്തിനനുസരിച്ച് അകത്ത് കയറിയ കടുവയ്ക്ക് ദൈവിക ഹിതത്തിനനുസരിച്ച് അകത്ത് കയറിയ മാനിനെ കടിച്ചു കയറി കൊല്ലണ്ട. ദൈവിക ഹിതത്തിനനുസരിച്ച് അകത്ത് കയറിയ പൂച്ചയ്ക്ക് ദൈവിക ഹിതത്തിനനുസരിച്ച് അകത്ത് കയറിയ എലിയെയും ഓടിച്ചിട്ട് പിടിക്കണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് ദൈവിക ഹിതപ്രകാരം, ദൈവിക ഹിതത്തിനനുസരിച്ച്, ദൈവിക സമയത്ത് നോഗയുടെ പെട്ടകത്തിനകത്ത് കയറിയ ജീവജാലങ്ങളെ പറ്റിയാണ്. ദൈവിക ഹിതം എന്ന് പറയുന്നത് അതിനകത്തൊരു ദൈവിക സാന്നിധ്യമുണ്ട്. ദൈവിക സാന്നിധ്യമുള്ളിടത്ത് പരിശുദ്ധ ആത്മാവുണ്ട്. പരിശുദ്ധ ആത്മാവുള്ളിടത്ത് പരിശുദ്ധ ബലങ്ങളുണ്ട്. ഇത് പ്രവർത്തിച്ചു തുടങ്ങിയാൽ ജന്മശത്രുതകൾ, പകകൾ, ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ചില പിണക്കങ്ങൾ അവിടെ മാറും. എന്നേക്കുമായിട്ടത് ക്യൂറാകും. ഈ നാളുകളിൽ ഇങ്ങനെ ഒരു അനുഭവം നമ്മുടെ ഇടയിൽ വേണം. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് അത് വളരെ അനിവാര്യമാണ്. ദൈവം നമ്മളെ അതിന് വളരെ സഹായിക്കട്ടെ. ദൈവിക പദ്ധതിക്കും ദൈവിക ആലോചനയ്ക്കും ദൈവിക സമയത്തും ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ദൈവം നമ്മളെ അതിന് സഹായിക്കുമാറാകട്ടെ.